കാര്യമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്, നിങ്ങൾക്കും പ്രേക്ഷകർക്കൊക്കെ തോന്നി. അപ്പൊ നമുക്ക് ഷോ അവസാനിക്കുന്നത് അങ്ങനെ ഒരു ചെറിയ പണിയിൽ കൂടെ ആയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ പണിപ്പുരയില് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. 20 സെക്കൻഡിനുള്ളിൽ എന്താണ് കിട്ടുന്നത് അതെടുത്തിട്ട് വരിക. ആർക്കാണ് കിട്ടാത്തത്? എന്നിട്ട് അനുമോൾ കുറച്ച് സമയം കൂടെ അവിടെ നിന്നല്ലേ? നമുക്കത് തുറന്ന് നോക്കാം. ഇത് ഓരോരുത്തർക്കുള്ള ഗിഫ്റ്റാണ്. അത് ആർക്കാണ് കറക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് നോക്കട്ടെ. അനീഷ്, ആരുടെയാണ് കിട്ടിയത്? പ്രിയപ്പെട്ട അക്ബറിന് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ മോഹൻലാൽ. അത് അക്ബറിന് കൊടുത്തോളൂ. അക്ബറിന് കിട്ടിയത് ആരുടെ? എനിക്ക് കിട്ടിയത് അനീഷ് ഏട്ടന്റെ. പ്രിയപ്പെട്ട അനീഷിന് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ മോഹൻലാൽ. അനുമോളിന് കൊടുത്തു. വായിച്ചോടെ. പ്രിയപ്പെട്ട അനുമോളിന് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ മോഹൻലാൽ. കൈയടിക്കുന്നില്ല. ഷാനവാസിന് കിട്ടിയത്? പ്രിയപ്പെട്ട നവീന് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ മോഹൻലാൽ. അപ്പൊ ഷാനവാസിന് കിട്ടിയില്ല. നമ്മൾ എന്താ ചെയ്യാ? കഴിഞ്ഞ ഈ 100 ദിവസത്തെ യാത്രയിലെ ഈ വീടെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളാക്കി മാറ്റിയ വീടാണ്. ഈ വീടിനോട് നിങ്ങൾ ഇന്ന് യാത്ര പറയുകയാണ്. നവീൻ, ഈ വീടിനോട് എന്താ പറയാനുള്ളത്? ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് നവീൻ എന്നുള്ള വ്യക്തിനെ പ്രേക്ഷകർ അറിഞ്ഞത്. എൻ്റെ ടാലൻസ് ഒന്നുകൂടിയിട്ട് എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ ഒരു റീബർത്ത് തന്നെയാണ്. ഇതിൻ്റെ ഒരു പുനർജന്മം തന്നെയാണ്. അനീഷ്, എന്നിലെ എന്നെ തന്നെ കണ്ടെത്താൻ ഉപകരിച്ച ഒരു സ്ഥലം എന്ന നിലയ്ക്ക് ഈ വീടിനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. ഒരു കാലത്തും ഞാൻ ഈ വീടിനെ മറക്കില്ല. നന്ദി 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 ബിഗ് ബോസ് വീട്. അക്ബർ, ഞാൻ സങ്കടപ്പെടുമ്പോൾ, ഞാൻ കരയുമ്പോൾ എൻ്റെ കൂടെ കരഞ്ഞു, ഞാൻ ചിരിച്ചപ്പോൾ എൻ്റെ കൂടെ ചിരിച്ചു. എൻ്റെ സൗഹൃദങ്ങൾ ഉണ്ടാക്കി തന്നത് ഈ വീട്ടിലാണ്. ഒരാളിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരണം എല്ലാം പഠിപ്പിച്ചത് നീയാണ്. ഒരു നന്ദി പറഞ്ഞ് അത് തീരാവുന്ന ഒന്നല്ല. എന്നാലും നമുക്ക് വാക്കുകൊണ്ട് പറയാൻ കഴിയുന്നത് നന്ദി മാത്രമാണ്. ഷാനവാസ്, ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസിന്റെ സൗണ്ട് നിന്റെ സൗണ്ടായിട്ട്. എനിക്കൊരു സങ്കടം വരുമ്പോൾ നീ എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കാറ്. എനിക്കൊരു വേദന വരുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എന്നോട് പറയാറുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് തളർന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് തളരണ്ട, ഞാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഇനിയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നന്ദി നന്ദി നന്ദി. ഇവിടെ വന്ന നമ്മുടെ കൂട്ടുകാരെ അല്ല എനിക്ക് കൂടുതൽ മിസ് ചെയ്യുന്നത്. അവർ പുറത്തിറങ്ങിയാലും കാണാൻ പറ്റും. പക്ഷെ എനിക്ക് ഈ വീടാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. എൻ്റെ വീട് എങ്ങനെയാണോ അതുപോലെയാണ് എൻ്റെ ഈ ഒരു ബിഗ് ബോസ് ഹൗസ് എന്നുള്ള എൻ്റെ സ്വന്തം വീട്. ഒരിക്കലും മറക്കത്തില്ല. ആ വീടിനോട് യാത്ര പറയാനും എനിക്കും സങ്കടമുണ്ട്. ഇക്കൂട്ടത്തിൽ ഒരാൾ ഇപ്പോൾ ആ വീടിനോട് യാത്ര പറയാൻ പോവുകയാണ്. ബിഗ് ബോസ് സീസൺ 7-ലെ ടോപ്പ് 5 മത്സരാർത്ഥിയിൽ നിന്ന് ആദ്യമായി എവിക്റ്റായി വരുന്ന ആൾ ആരാണെന്ന് നമുക്ക് നോക്കാം. ബിഗ് ബോസ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകും. ശ്രദ്ധിക്കുക. അറിയിപ്പ് ലഭിക്കുമ്പോൾ മുന്നിലുള്ള കാർഡെടുത്ത് പുറകിൽ എഴുതിയത് വായിക്കുക. അറിയിപ്പ് ലഭിക്കുമ്പോൾ മാത്രം അതിൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ടാകും. എല്ലാ നിർദ്ദേശങ്ങൾക്കും ഒടുവിൽ നിങ്ങളിൽ നിന്നും ഒരാൾ ഇവിടെ നിന്നും പുറത്താക്കപ്പെടും. അനുമോൾ, കാർഡെടുത്ത് പുറകിൽ എഴുതിയത് വായിക്കും. എത്രയാണ്? ആ കളത്തിൽ പോയി നിൽക്കും. അനീഷ്, കാർഡ് വായിക്കും. 2+8 10. അക്ബർ, 3+3 6. ഷാനവാസ്, 4+10 14. നിവിൻ, 5+15 20. അനുമോൾ, മുന്നിലുള്ള കാർഡെടുത്ത് വായിക്കും. പോയി നിൽക്കും. അനീഷ്, കാർഡ് വായിക്കും. Go to number 17. Akbar,
step ahead. ഷാനവാസ്, One step back. നിവിൻ, Stay. Boss. അവിടെ തന്നെ നിൽക്കുക. Okay. അനുമോൾ, വീഡിയോ കാർഡെടുത്ത് വായിക്കും. Photo number 16. അനീഷ്, കാർഡ് വായിക്കും. Big boss. 1 step right. അക്ബർ, Photo number 13. ഷാനവാസ്, Coach number 12. അനുമോൾ, വീണ്ടും കാർഡെടുത്ത് വായിക്കും. അനുമോൾ, അർത്ഥം വേണം. അനീഷ്, കാർഡ് വായിക്കും. Number 20 saved. നമ്പർ 20 ആരാണ്? Big boss. നിവിൻ, അഭിനന്ദനങ്ങൾ. Thank you, big boss. അക്ബർ, കാർഡ് വായിക്കും. Step. ഷാനവാസ്, ആരൊക്കെയാണ് 12-12? അനീഷാക്ക് 22 പോകണം. കാലാവസ്ഥ 29. അതെ. ഇനി അനീഷും ഷാനവാസും ഒരുമിച്ച് അവിടെയുള്ള ഹാമർ ഉപയോഗിച്ച് മുന്നിലുള്ള ഫ്രെയിം പതിയെ അടിച്ചു പൊട്ടിക്കും. അക്ബർ ഈ ഷോയിൽ നിന്ന് പുറത്തായിരിക്കും. കുറച്ച് നേരമുണ്ട്. അതിനുള്ളിൽ കാണാം. ബെസ്റ്റ് വൺ വിജയിക്കട്ടെ. കഴിഞ്ഞില്ലേ? അപ്പോൾ കാരണം ഇത് ഇവിടുന്ന് തന്നെ പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എല്ലാവരും അടിപൊളി ഗെയിമേഴ്സാണ്. എനിക്ക് അനീഷേൻ്റെ അടുത്ത് പറയാനുള്ളത്, അനീഷേൻ്റെ നല്ല സ്ട്രാറ്റജി ആയിരുന്നു. നമ്മളതിൻ്റെ അതുപരമായിട്ട് ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അനീഷേട്ടൻ ഒരു ബൗണ്ടറി വിട്ടിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല, പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ടില്ല, ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തിട്ടില്ല, വ്യക്തിയായിട്ട് ചെയ്തിട്ടില്ല. അനീഷേട്ടൻ എപ്പോഴും ഒരു ആ സ്ട്രാറ്റജി ഓക്കെ അത് അതിൽ സ്ട്രാറ്റജിയിൽ നിന്നുകൊണ്ട് അനീഷേട്ടൻ ചെറിയ കള്ളത്തരങ്ങളും നിലപാടുകളും മാറ്റങ്ങളും അതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ അനീഷേട്ടൻ ഒരിക്കലും ബൗണ്ടറി കടന്നിട്ട് ഒരാളെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല, ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല. അത് അനീഷിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. റെസ്പെക്ട് അനീഷേട്ടൻ ഫോർ ദാറ്റ്. എല്ലാവരും നല്ല ഗെയിമേഴ്സാണ്. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, നീ വല്ലവരും പുല്ലുമായത് നീ ഇങ്ങനെ വന്നിട്ട് ഒന്നുമില്ലായ്മയെന്ന് വന്നിട്ട് ഇത്രയും വലിയ വലിയ ഡോണിന്റെ കൂടെ മത്സരിച്ച് നീ നിന്നില്ലടാ. ഇല്ല, ഒരിക്കലും ഇല്ല. ശരി, ഒലിച്ചങ്ങോട്ട്